അപ്പോൾ ആവശ്യപ്പെടാതെ അനവസരത്തിൽ ഉമ്മൻചാണ്ടി സാധാരണ തലപ്രസംഗം നടക്കുന്നവരെ കവലപ്രസംഗം നടത്തുന്നവരെ അസംബ്ലിയിൽ പ്രസംഗിച്ചു. അസംബ്ലിയിൽ പ്രസംഗിച്ചത് പുറത്തുള്ള കോൺഗ്രസിന്റെ ലീഗിന്റെ MLA-മാരെ ഇവിടെ എത്തിക്കാനുള്ള സമയത്തിന് വേണ്ടി. അത് കേട്ടൊന്നുമില്ലാത്താണ്. ഇത് നോക്കിയപ്പോൾ LDF-ന്റെ MLA-മാർ നോക്കിയപ്പോൾ അവിടെ കേട്ട കാഴ്ച അവർ 10-50 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫോൺ ആവശ്യപ്പെട്ടു. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ഇടവക ജനാധിപത്യത്തിലുള്ള MLA-മാർ ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ അതിന് അവസരം കൊടുക്കാതെ സ്പീക്കർ ഈ പാർട്ടിയുടെ പ്രസംഗം കേട്ട് ആവേശമെന്നായിരുന്നു. പിന്നെ അവരെയും ഇവരെയും തരങ്ങും വിലങ്ങും ഓടിപ്പറന്നെത്തി ആരുടെ കഴിഞ്ഞു തന്നില്ല എന്ന ഒരു പരിവം വന്നപ്പോഴാണ് ഈ കാര്യത്തിലുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ MLA-മാർ ഗവർണറെ കാണുകയും ഈ സ്പീക്കറുടെ നടപടിക്കെതിരായി രോഷാകുലരായ നമ്മുടെ MLA-മാർ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പണ്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോ ഈ ഗവൺമെന്റ് പറ്റി ഒരു പ്രഖ്യാപനം നടത്തി മൂത്രമൊഴിക്കാൻ പോലും നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ആ പ്രസ്താവന 5 വർഷം മാത്രം തരത്തിൽ കാര്യങ്ങൾ കൊണ്ട് വിഭജിച്ചിരിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആരാണ് എന്നതിൽ ഈ 2 മാസത്തിനകത്ത് അവിടെ വികൃതമായ മുഖം വിച്ചിച്ചിന്തി നമുക്ക് കാഴ്ചവെച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥി രംഗത്ത് കോളേജ് വിദ്യാഭ്യാസ കാര്യത്തിൽ സ്വാശ്രയ വിദ്യാലയങ്ങളോട് അവരെടുക്കുന്ന സമീപനം, മെഡിക്കൽ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, PG ഡിഗ്രിയിൽ എടുക്കുന്ന ഈ അഴിമതി കൂട്ടാളികൾക്ക് പച്ചയായി കൂട്ടുന്ന കഥകൾ നമ്മൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇത് ഒരു തുടക്കമാണ്. രാജ്യമെമ്പാടുമുള്ള ഇന്ന് തന്നെ 149 കേന്ദ്രങ്ങളിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പിക്കറ്റിംഗ് ചെയ്യുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഗവൺമെന്റ് എങ്ങാനും ഒരു ഏറെക്കാലം ഇവിടെ നീണ്ടു നിൽക്കാൻ കഴിയായാൽ ഈ ജനങ്ങളുടെ സ്ഥിതി, സാധാരണ കേരളത്തിന്റെ സ്ഥിതി, കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ രാജ്യത്തെ മാതൃകയായി ഒട്ടേറെ പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പാക്കിയ ഗവൺമെന്റാണ്. 5 കൊല്ലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴെപ്പോൾ വന്നു ആ കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയ നടപടികൾ തുടർച്ചയോളം ഈ 5 കൊല്ലത്തിൽ നമ്മൾ ചെയ്തു തീർത്ത കാര്യങ്ങൾ ഇനി ഇവരെല്ലാം അടിമറിക്കാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട്, ഭവന പദ്ധതിയിലൂടെ, ലക്ഷപ്പേട് പുനർനിർമ്മാണത്തിലൂടെ വീടില്ലാത്തവർക്ക് എല്ലാം വീട്. ഇതുപോലെ ഒരു കാലഘട്ടമുണ്ടോ? എന്ത് തിരിഞ്ഞാലും വീടില്ലാത്തവരില്ലാത്ത ഒരു സ്ഥിതി വരുന്ന ഒരു കാലം ഒറ്റപ്പെട്ടവർക്ക് മാത്രം വീടില്ല എന്നൊരു നിലയാക്കാണ് ഇപ്പോൾ ഉള്ളത്.